ഏറെക്കാലത്തിന് ശേഷം നടി പത്മപ്രിയ ശ്രദ്ധേയ വേഷത്തിൽ വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിരിക്കുകയാണ്. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാക്ക് സ്റ്റേജ് എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് നടിയുടെ തിരിച്ചുവരവ്. റിമ കല്ലിങ്കലാണ് പത്മപ്രിയക്കൊപ്പം ബാക്ക് സ്റ്റേജിൽ അഭിനയിച്ചത്. മലയാളത്തിൽ ഒരു കാലത്ത് ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു പത്മപ്രിയ. കരിയറിൽ നിന്ന് ഇടവേളയെടുത്ത് വിദേശത്തേക്ക് പഠിക്കാൻ പോയ പത്മപ്രിയയെ തിരിച്ചു വന്ന ശേഷം പഴയതുപോലെ സിനിമകളിൽ കണ്ടിട്ടില്ല. ഇതിനിടെ WCCയുടെ സജീവ പ്രവർത്തകയായി പത്മപ്രിയ മാറി. സിനിമാ രംഗത്ത് ഉൾപ്പെടെയുള്ള നടിമാർക്ക് അർഹമായ അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നതിനെക്കുറിച്ച് പത്മപ്രിയ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ബാക്ക് സ്റ്റേജിലൂടെ വീണ്ടും ലൈംലൈറ്റിൽ സാന്നിധ്യമറിയിച്ച നടിക്ക് തുടർന്നും വലിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. പത്മപ്രിയയുടെ പുതിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. റെഡ് നൂൽ എന്ന തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പത്മപ്രിയയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം വന്നു. വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ നിങ്ങൾക്ക് കുഞ്ഞുണ്ടല്ലോ എന്ന് ആങ്കർ ചോദിച്ചു. ചോദ്യം കേട്ട് ആശ്ചര്യപ്പെട്ടു പത്മപ്രിയ ഇല്ല, ഞങ്ങൾക്ക് കുട്ടിയില്ല എന്ന് ചിരിയോടെ മറുപടി നൽകി. ഇതോടെ ആങ്കർ ക്ഷമ ചോദിച്ചു. നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ടെന്നാണ് താൻ അറിഞ്ഞതെന്നും ഗോസിപ്പ് മാത്രമായിരുന്നു അതെന്ന് അറിഞ്ഞില്ലെന്നും ആങ്കർ പറഞ്ഞു. ഗോസിപ്പുകളെ താൻ കാര്യമാക്കുന്നില്ലെന്നാണ് പത്മപ്രിയ പറയുന്നത്. ഗോസിപ്പ് ഇന്ത്യൻ സമൂഹത്തിന്റെ ട്രേഡ് മാർക്കാണ്. അത് സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല. ആരെന്ത് പറയുന്നു എന്ന് നോക്കേണ്ടതില്ല. ഗോസിപ്പ് ഗോസിപ്പാണെന്നും പത്മപ്രിയ ചൂണ്ടിക്കാട്ടി. ജാസ്മിൻ ഷാ എന്നാണ് പത്മപ്രിയയുടെ ഭർത്താവിന്റെ പേര്. ഒരു കുഞ്ഞ് വേണമെന്നത് തന്റെ ഭാവിയിലെ പ്ലാനുകളിലൊന്നാണെന്ന് പത്മപ്രിയ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആം ആദ്മി പാർട്ടി നേതാക്കളിൽ ഒരാളാണ് ജാസ്മിൻ ഷാ. വിദേശത്ത് ഒരുമിച്ച് പഠിക്കുന്ന കാലത്താണ് ഇരുവരും പരിചയപ്പെടുന്നത്. പ്രണയത്തിലായ ഇരുവരും 2014 വിവാഹിതരായി. ഭർത്താവ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യം അദ്ദേഹം ചെയ്യില്ലെന്ന് തനിക്കുറപ്പുണ്ടെന്നും പത്മപ്രിയ പറഞ്ഞു.